പറഞ്ഞു ഞാൻ കൈകാര്യം ചെയ്തോളാം. അച്ഛാ, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു. എന്തോന്നാ മോണാക്ട് മിമിക്രി ഒരുമിച്ചാ മാറിയില്ലടാ. എടാ ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ പൊക്കോണ്ടിരുന്നത്. ഇങ്ങേരെന്ത് ശബരിമലയ്ക്ക് ടൂർ പോയത്? പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടിയിരുന്നാലേ പാച്ചാൻ പറ്റത്തുള്ളായിരിക്കും. അച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 2ാം ക്ലാസ്. APPL ആപ്പിളന്ന് പാച്ചാൻ വേണ്ടിയാണെങ്കിൽ പോസ്റ്റിന്റെ അടിയിൽ പോയിരുന്നത്. അല്ല നിനക്കൊക്കെ എത്ര രൂപ ടൂർ ഫീസ്? 5000. കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇങ്ങോട്ട്. ഇതിൽ നിന്ന് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യത്തിനും 1000 രൂപ. പക്ഷെ ഉത്തരം പറയട്ടെ. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ്. ഗോതമ്പ്. ഇത് ഗ്ലോബൽ വാർമിംഗ് വേറെ. അറിഞ്ഞൂടച്ച. 1000 കട്ടെ. എന്താണ് ന്യൂട്ടന്റെ വേണ്ട 2ാമത്തെ ചലന നിയമം? ന്യൂട്ടന്റെ 1ാമത്തെയും 3ാമത്തെയും ഇടയിലുള്ള ചലനമാണ് 2ാം ചലന നിയമം. എടാ അത് ഭയങ്കര സംഭവമായി പോയല്ലോടാ. അത് ഭയങ്കര സംഭവമായിരുന്നു. അന്ന് അവധിയൊക്കെ ഉണ്ടായിരുന്നു. 2000 കട്ടെ. അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞേ കെമിക്കൽ ലൈം സോഡയുടെ ഫോർമുല ഞാൻ പറയാം. ആദ്യം 2 ചെറുനാരങ്ങ എടുത്തിട്ട് പിന്നെ ഒരു സോഡ എടുത്തിട്ട് 3000. വെള്ളം വലിയ ഒഴിക്കുന്ന ഡയറക്റ്റ് സോഡ കഴിക്കൂ. 2000 രൂപ തുകയുണ്ട്. ഇനി 1000 കിട്ടിയിട്ട് എന്തിനു മന്തിനാ? വിവരമില്ലാത്തവന്മാര്. അല്ല അച്ഛന് ഭയങ്കര അറിവില്ലേ? ഒരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. അതെ, കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ. കറക്റ്റ്. മാമാ മാമോയ്, നിങ്ങളെ മോളെ എവിടെ പോയിന്നാ പറഞ്ഞേ? അമ്പലത്തി കുമ്പളപ്പം. അയ്യോ അത് ഇവിടെ ഇല്ല. ദോ നിങ്ങളെ മോളൊരു കുമ്പളപ്പായിട്ട് ദോ വരുന്നുണ്ട്. ഇതെന്താന്ന് നോക്കി. ഇതെന്തുവാ ഇത്? തന്നെ മൊത്തം മാമ. നിന്നോടാ ഞാൻ ചോദിച്ചത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞെങ്കിൽ നീ അവന്റെ വീട്ടിൽ പോണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചൻ പറഞ്ഞ ഇറങ്ങടാ പോയത്. പെട്ടെന്ന് വിളിക്കാത്തല്ലാണ്. തണ്ണിമൊത്തം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ചൂടായിണ്ടായിരിക്കും. ഇയാളെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ. എന്തൊക്കെയായിരുന്നു മോളെ പറ്റി? വീട് വിട്ട അമ്പലം, അമ്പലം വിട്ട വീട്. ആരെ നോക്കത്തില്ല, താഴെ നോക്കിയേ നടക്കൂ. എന്താ പറ്റി? മേളോട്ട് നോക്കിയേ ഇറങ്ങി പോടാ. എന്റെ പൊന്നു മോനെ, പണ്ട് ഞങ്ങളൊരു ഒരു മാങ്ങ ഉറയ്ക്കാൻ വന്നപ്പോ ഈ പറയണം അല്ലെങ്കിൽ കറന്നൂര് പറയും കൊച്ചിനെ കാണാൻ വന്ന് നിൽക്കുക ഞങ്ങളൊന്നും. ഈ പഞ്ചായത്തിൽ ഒരുത്തനീ കൊച്ചിനെ മോന്നിട്ടില്ല. നിന്റെ പേരെന്തുവാ? സണ്ണി. കയ്യിലെന്തുവാ? തണ്ണി. പള്ളി. എടാ എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണോ? എന്റെ പൊന്നു മോനെ, നിനക്ക് ഞാൻ എന്റെ ഇളയ മോളെ കെട്ടിച്ചേരാം. അവൾ ഇവിടെ കണക്കല്ല, വീടിന്റെ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല. കേട്ടോ? മല്ലികേ മല്ലികേ കണ്ട വിളി പോലും കേൾക്കുന്നില്ല. തന്റെ മോളല്ലേ? അവളെ അടുക്കള വരിയിലൊക്കെ എണ്ണത്തെ പോയിട്ട് ഓടിക്കാണും. അല്ല നിങ്ങൾ ചേട്ടന്റെ വീട്ടിൽ കയറ്റിയില്ലേ? ഇല്ല, ഇന്റർ കാസ്റ്റ് മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അച്ഛാ പൊറുക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് പെറുക്കാനില്ലേ? പൊറപ്പിക്ക. തണ്ണിക്കുട്ട കേറി വാ. വാ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇനി നോക്കിക്കൊണ്ടിരുന്നു. പോട്ടെ പൊട്ടെ. സാർ സാർ, ഞങ്ങളുടെ പുതിയ പ്രൊജക്ട് റെഡി ആയിട്ടുണ്ട്. കൈനോട്ടത്തെ പോലെ ഏലിയനായിട്ട് സംസാരിക്കുന്ന ഫോണായിരിക്കും. സാർ അതവിടെ ടവറിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഹ്യൂമൻ ടൈപ്പ് റോബോട്ടാണ്. റോബോട്ടോ? അതെ സാർ, അതുകൊണ്ടാണ് നമ്മൾ കോളേജ് വെച്ച് കാണിക്കാതെ ഇവിടെ വെച്ച് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ then show me. സോംബി അല്ല സാർ, റോബോട്ട്. എടാ കാണിക്കാനാടാ പറഞ്ഞത്. ബെന്നി കോൾ. Calling Muttu, the robot. I am Muttu, the robot. Speed 1 terabyte, memory gigabyte, done on a kanda. രണ്ടെണ്ണൊക്കെ? പ്രൊസസറിന്റെ സാർ. ഇത് എന്തിനും പോലെയാണോ? എന്തിനെ പോലല്ല, പക്ഷെ എന്തിനോ ആണിത് ഇല്ലടാ. സാറിന് വേണേ അവന്റെ ഐക്യു ടെസ്റ്റ് ചെയ്യാം. ഐക്ക് വേണ്ട, ഞാൻ ചോദിച്ചോളാം. ജനിച്ചു വീരുന്ന കുട്ടി എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ച് കരയുന്നത്? അച്ഛൻ ആരാ സംശയമായിരിക്കും. ആയിരിക്കും സാർ, എനിക്കുണ്ടായിരുന്നു സംശയം. ഒരാൾ 40 ഡിഗ്രി കുനിഞ്ഞു, ഒരാൾ 60 ഡിഗ്രി കുനിഞ്ഞു. ഇവര് അമ്മയുള്ള ഏരിയ എത്രയാണ്? എന്തിനാണ് സാർ കുനിയാൻ പോയത്? കുനിയാൻ മറുപടിച്ചുകൊണ്ടൊന്നും നാടല്ലേ. വാവ്, ഐ ആം ഇംപ്രസ്ഡ്. നമുക്ക് പിന്നെ നാളെ തന്നെ ലാബിൽ അയക്കാം. തുമ്മുന്ന റോബോട്ട്. നമ്മുടെ കോളേജിലെ ക്യാൻറ്റീനിലെ സുമേഷ് അണ്ണന്റെ മോൻ. സാർ ഇത് ഡെമോ ആണ്, ഒറിജിനൽ പണിഞ്ഞോണ്ടിരിക്കുകയാണ്. ആര്? സുമേഷ് അണ്ണന്? ആ, യു ബോത്ത് ആർ സസ്പെൻഡഡ്. സുമേഷ്